എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഞ്ജു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ സക്സസ് ആവാം എന്നതിനെക്കുറിച്ചാണ്. അതൊരു കഥയിലൂടെ ആവുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി വേനലവധിക്ക് തൻ്റെ മുത്തശ്ശനെ കാണാനായിട്ട് തറവാട്ടിലേക്ക് പോവുകയാണ്. തറവാട്ടിൽ പോകുന്നു, മുത്തശ്ശൻ്റെ കൂടെ കളിക്കുന്ന ഒരു സമയത്ത് ആ കുട്ടി മുത്തശ്ശനോട് ചോദിക്കുകയാണ്, മുത്തശ്ശ, എങ്ങനെയാണ് നമ്മൾ സക്സസ് ആവുന്നത്? അപ്പോൾ ഇത് കേട്ട മുത്തശ്ശൻ അവൻ അടുത്തുള്ള ഒരു നഴ്സറിയിൽ കൊണ്ടുപോവാണ്. 2 ചെടികൾ മേടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ചെടി ചെടിച്ചട്ടിയിൽ വീടിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. ഒരു ചെടി എടുത്തിട്ട് പുറത്ത് മണ്ണിലും നടുകയാണ്. ഓക്കെ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആ കുട്ടിയോട്, ഇതിലേതായിരിക്കും പെട്ടെന്ന് വളരുന്നത്, അല്ലെങ്കിൽ ഏതായിരിക്കും സംരക്ഷിക്കപ്പെടുന്നത് കൂടുതലായിട്ടെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയാണ്, ഈ ചെടി വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിലുള്ള ചെടിയല്ലേ പെട്ടെന്ന് വളരുന്നതും അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്, കാരണം അത് ചുമരുകൾക്കുള്ളിൽ സംരക്ഷിതമാണ് അല്ലേ? എന്നിട്ട് പറയാണ്, ഇപ്പം മണ്ണിൽ നട്ട ചെടിയാവുമ്പോൾ അത് വേനൽക്കാലം വരും, അതേപോലെ മഞ്ഞുകാലം വരും, മഴക്കാലം വരും, ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് ആക്രമിച്ചാലും ആ ചെടി പെട്ടെന്ന് നശിച്ചു പോവും. അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലത്തെ ചെടിയാണ് കൂടുതൽ സംരക്ഷിതവും അതേപോലെ പെട്ടെന്ന് വളരുകയെന്ന് കുട്ടി മറുപടി പറയാണ്. ഓക്കെ. അത് കഴിഞ്ഞ് വേനലവധി കഴിഞ്ഞു, കുട്ടി വീട്ടിലേക്ക് പോകുന്നു. നീണ്ട 4 വർഷങ്ങൾക്ക് ശേഷം കുട്ടി വീണ്ടും മുത്തശ്ശനെ കാണാനായിട്ട് വരികയാണ്. അപ്പം മുത്തശ്ശനോട് കുട്ടി പറയാണ്, മുത്തശ്ശ, ഞാൻ അന്ന് സക്സസ് ആവാനുള്ള സ്റ്റോറി ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് സക്സസ് ആവുന്നതെന്ന് ചോദിച്ചിരുന്നു. മുത്തശ്ശൻ പക്ഷെ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല എന്ന് കുട്ടി പരാതി പറയാണ്. അപ്പോൾ മുത്തശ്ശൻ 4 വർഷങ്ങൾക്ക് മുമ്പ് നട്ട ആ ചെടികളെ കൊണ്ട് കാണിക്കുകയാണ്, വീടിനുള്ളിൽ വെച്ചിട്ടുള്ള ചെടിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല, കുറച്ച് വളർന്നിട്ടുണ്ട്, പക്ഷെ വലിയ മാറ്റങ്ങളോ വണ്ണമോ തടിയോ ഒന്നും വെച്ചിട്ടില്ല, ശിഖരങ്ങൾ വലുതായിട്ട് വീശിയിട്ടില്ല. അതേസമയം പുറത്ത് മണ്ണി വെച്ചിട്ടുള്ള ചെടിയാവട്ടെ, അത് ശിഖരങ്ങളൊക്കെ വീടിന് മുകളിലേക്ക് ആയിട്ട് ആ വീടിനെ സംരക്ഷിക്കുന്ന രീതിയിൽ വളർന്നിട്ടുണ്ട് ആ ചെടി. അത് വലിയൊരു മരമായിട്ട് മാറിയിട്ടുണ്ട് 4 വർഷം കൊണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ചുമരുകൾക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ട ചെടി കുറച്ചാണ് വളർന്നിട്ടുള്ളത്, എന്നാൽ മഞ്ഞും വേനലും മഴയും മൃഗങ്ങളുടെ ആക്രമണവും എല്ലാം ഏറ്റിട്ടുള്ള ഈ ചെടിയാവട്ടെ വേരുകൾ സ്വതന്ത്രമായി വീശി ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും മണ്ണിൽ ആഴ്ന്നിറങ്ങി അതിൻ്റെ ആ മരത്തിന് വളരാവുന്ന അത്രയും ശിഖരങ്ങൾ വീശി അത് ഉയർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, സക്സസ് എന്ന് പറയുന്നത് അതെപ്പോഴും ഒരു ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രതിസന്ധികൾ വരും, നമുക്ക് മുന്നോട്ട് പോകാൻ ശക്തിയില്ലാതാവും. അപ്പോഴൊക്കെ നമ്മൾ ധൈര്യപൂർവ്വം അതിനെല്ലാം നേരിട്ട് അതിനെ പഠിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ സക്സസ് ആവുന്നത് എന്നാണ് മുത്തശ്ശൻ ഇതിലൂടെ പറഞ്ഞ് ആ കുട്ടിയെ മനസ്സിലാക്കുന്നത്.